കൊള്ളാം. ഈ ഹിറ്റ്ലറിന് നല്ല പണിയാക്കിയിട്ടിരിക്കണം. AC യിൽ നിന്ന് ഏറുമാടത്തിലേക്ക്. സൂപ്പർ. നടന്ന സംഭവങ്ങളൊന്നും ഇവിടെ എഴുന്നള്ളിക്കാൻ നിൽക്കണ്ട. അതെന്താ? പിന്നെ ഒളിമ്പിക്സിൽ ഓടാൻ പോയതല്ലേ, വഴിയെ പോയ പാമ്പിനെ വലിച്ച് തോളിലിട്ടിട്ട്. ഓ, ഞാനൊന്നും പറയാൻ പോകുന്നില്ലേ. ഒന്നും അറിയാത്ത പോലെ നിന്നാ മതി, മനസ്സിലായല്ലോ? ആ, ഇറങ്ങ. അവരെത്തി. ബേട്ടി എവിടെയായിരുന്നു രാത്രിയില്? എവിടുന്ന് കിട്ടി? കിട്ടാൻ എന്നെ എന്താ കളഞ്ഞുപോയോ? അതെ, ഇന്നലെ രാത്രി ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അമ്മേ, ഞാൻ ആകെ ടയർഡാ, നമുക്ക് പിന്നെ സംസാരിക്കാം. ബേട്ടി, what happened? Happened, അമ്മേ, happened. എല്ലാം happened. കൃഷ്ണ, ഓ, എന്തൊരു ക്ഷീണം. എല്ലൊക്കെ ഒടിഞ്ഞു നുറുങ്ങുന്ന പോലെ. അമ്മേ, ഞാൻ കുറച്ചു നേരം വിശ്രമിക്കട്ടെ. മായേ, കുറച്ച് വെള്ളം ചൂടാക്കി വെക്കണേ. ഉറങ്ങി എണീറ്റിട്ട് എനിക്കൊന്ന് കുളിക്കണം. ഓ, അയ്യേ. ഞാനെന്താ അവളുടെ വാലിക്കാരിയാണോ വെള്ളം ചൂടാക്കാൻ? അത് അവളോട് ചോദിക്കണം. അല്ല പിന്നെ. എന്തായാലും രണ്ടുപേർക്ക് നല്ല ക്ഷീണമുണ്ട്, അതുറപ്പാ. എന്താ, 3 മരുമക്കളും കൂടി എന്നെ ഖരാബ് ചെയ്യാൻ പോവാ? ഞങ്ങളുടെ ഡീക്കയും കൊണ്ട് നീ എവിടെ അടി പോയത്? അത് കൊള്ളാലോ. ഞങ്ങളുടെ DKയോ? നിങ്ങൾ ഈ പറയുന്ന ഞങ്ങളുടെ DK എന്റെ ആരാ? അതെ, അബദ്ധത്തിൽ നിന്റെ കഴുത്തിൽ ഒരു താലി കെട്ടിപ്പോയെന്ന് കരുതി നിന്നെ DK ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ടില്ലല്ലോ. അബദ്ധത്തിലോ? ഹലോ മരുമക്കളെ, എന്റെ ഭർത്താവാണ് DK. അദ്ദേഹം എന്നെ അബദ്ധത്തിൽ മാത്രമല്ല, അറിഞ്ഞുകൊണ്ടും ഒരു പ്രാവശ്യം താലി കെട്ടിയിട്ടുണ്ട്. ഓർമ്മയില്ലേ? ഇവിടെ പൂജാമുറിയില് കണ്ണന്റെ മുന്നിൽ വെച്ച്. ഞങ്ങള് ഭാര്യയും ഭർത്താവും കൂടി ഒരു സ്വകാര്യ സല്ലാപത്തിന് എവിടെയെങ്കിലും പോയി കാണും. അതൊക്കെ ചികഞ്ഞ് അന്വേഷിക്കാൻ നടക്കുന്നത് നാണക്കേടല്ലേ മരുമക്കളെ? മോശം 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 മോശം. ബെഡ്റൂമിൽ ഒളിഞ്ഞു നോക്കുന്നതിനേക്കാൾ മോശം. മതി. നാവാട്ടത്തിന് ലൈസൻസ് എടുത്തവളാണ് നീയെന്ന് എനിക്കറിയാം. അവളുടെ ഒരു സ്വകാര്യ സല്ലാപം. നിന്റെ വലയിലൊന്നും DK വീഴില്ലെന്ന് ഞങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. കൺമുന്നിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് ഊഹിക്കാൻ പാഴൂർ പടിപ്പുര വരെ പോകേണ്ട കാര്യമൊന്നുമില്ല. എന്നാ പിന്നെ നീ അത് ഊഹിച്ചെടുത്ത് പൂരിപ്പിച്ചോ, അതാ നല്ലത്. നാണോ മാനോ ഇല്ലാതെ DK കറക്കാൻ പിന്നാലെ കറങ്ങി നടക്കുന്ന നിന്റെ ശീലം അവസാനിപ്പിക്കുന്ന നല്ലത്. അയ്യേ, സ്വന്തം അമ്മായിയമ്മയെ ഇങ്ങനെ ആക്ഷേപിക്കാതെ മരുമക്കളെ. അഭിമാനം ഉള്ളവർക്കേ അപമാനം എന്താണെന്ന് മനസ്സിലാവും.
പിന്നെ എങ്ങനെയാ നീ അത് തിരിച്ചറിയാൻ? അതെ, ഇന്നലെ രാവിലെ മുതൽ ഡി കെയുടെ കൂടെ ആയിരുന്നതുകൊണ്ട് ഞാൻ അതിന്റെ സന്തോഷത്തിലാ. അപ്പൊ ചിലതൊന്നും തിരിച്ചറിഞ്ഞൊന്നും വരില്ല. ഒരു ഭാര്യയും ഭർത്താവും ഒക്കെ ആവുമ്പോ ചില ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഉണ്ടാവും. പക്ഷെ എല്ലാ പിണക്കങ്ങളും അവസാനിച്ച് അവരൊന്നാകുന്ന ഒരു ദിവസം വരും. എന്റെ ജീവിതത്തിൽ ഞാൻ ഇന്നാ മരുമക്കളെ ആ സന്തോഷം എന്താണെന്ന് അറിഞ്ഞത്. ഞാനൊരു പെണ്ണാണെന്ന് എന്റെ ഭർത്താവ് എനിക്ക് മനസ്സിലാക്കി തന്നു. മതി നിന്റെ തമാശ പറച്ചില്. ഡി കെയെ കുറിച്ച് നീ ഒരു അക്ഷര അനാവശ്യം പറഞ്ഞ നീ വിവരം അറിയും. എത്രയും വേഗം നീ ഈ വീട്ടിൽ നിന്ന് സ്ഥലം വിട്ടോണം. നാളെ നേരം വെളുക്കുമ്പോ നിന്നിവിടെ കണ്ടുപോരുത്. ഓ അടിയൻ, സൂര്യൻ ഉദിച്ചിട്ട് പോയാ മതിയോ അതോ പുലർച്ചെ കോഴി കൂവുമ്പോ തന്നെ പോണോ? അത് നിന്റെ സൗകര്യം. ഒന്നോർത്തോ, സുപ്രിയാന്റിയുടെ ചടങ്ങുകളില് നിന്നെ പങ്കെടുപ്പിക്കരുതെന്നാ ഡി കെ ഉത്തരവിട്ടിരിക്കുന്നത്. നാളെ രാവിലെ തന്നെ നീ ഇവിടുന്ന് പോയിരിക്കണം. ഇവിടെ തുടർന്നും ഡി കെയുടെ ഭാര്യയായിട്ട് ജീവിക്കാമെന്ന് നീ ചിന്തിക്കാൻ പോലും പാടില്ല. അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം നിന്റെ മനസ്സിലുണ്ടായാൽ പിന്നെ നിന്റെ ജീവിതം മുഴുവൻ നീ കരയും. കരയിപ്പിക്കും നിന്നെ ഞങ്ങള്. വാടി. മായച്ചി ഇവിടെ ഇരിക്കായിരുന്നോ? നീ എന്തിനാ രാവിലെ ഇങ്ങനെ നടന്ന് വിളിച്ചു പോകുന്നേ? നിനക്കിത് എന്തോ പറ്റി ചിത്രേ? നീ വീട്ടിലിളക്കി മറിക്കുമല്ലോ. ഇനി നമുക്ക് ഇളക്കി മറിക്കാം മായച്ചി. ഇവിടെ ഇനി നമ്മുടെ ശബ്ദം മാത്രമേ കേൾക്കൂ. അത് ശരി, അതിനിപ്പോ ഇവിടെ എന്ത് മറിമായ സംഭവിച്ചു? അതെന്താ, ആ ബേക്കറിക്കാരി ഇവിടുന്ന് ഇറങ്ങിപ്പോയോ? അതെ, ഓ അത് തന്നെ ഞാൻ പറയാൻ വന്നത്. മായച്ചി അവളെ കാണാനില്ലെന്ന്. സത്യമാണോ ചിത്ര നീ പറഞ്ഞത്? ആ അതെ, ഞാനിവിടെ എല്ലായിടത്തും നോക്കി, അടുക്കളയിലും ഇല്ല മുകളിലും ഇല്ല. ഈ വീടിന്റെ പരിസര പ്രദേശത്ത് ഒന്നും നമ്മുടെ അമ്മായിയമ്മയില്ല. അവൾ ഇവിടുന്ന് സ്ഥലം വിട്ടുവെന്നാ തോന്നുന്നത്. സുപ്രിയാന്റിയുടെ ചടങ്ങുകൾ കഴിഞ്ഞതിന് ശേഷം ഈ സന്തോഷത്തിന് നമ്മൾ ഒരു ഗംഭീര പാർട്ടി നടത്തും. അത് വേണം, അത് വേണം. പിന്നെ അല്ലാതെ അവൾ എന്തെല്ലാം ഡിസ്റ്റർബൻസ് ഇവിടെ ഉണ്ടാക്കിയത്. ഇനി വേണം സമാധാനമായിട്ടൊന്ന് ജീവിക്കാൻ. എനിക്കിപ്പോഴാ ഒരു ഡൗട്ട് തോന്നിയത്. എന്താ നിന്റെ ഡൗട്ട്? ഓരോ തവണയും ഓരോ കാരണം പറഞ്ഞ് അവളെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും. പക്ഷെ പോയതിനേക്കാൾ വേഗത്തിൽ തിരിച്ചു വരികയും ചെയ്യും. ഇത്തവണയും അതുപോലെ തിരിച്ചു വരുമെന്നാ എന്റെ സംശയം. ഇത്തവണ അവൾ എന്തായാലും വരില്ലെന്ന് എനിക്ക് ഉറപ്പാ. നിങ്ങൾ എല്ലാരും വിചാരിക്കുന്ന പോലെ അവൾ ഒളിച്ചോടി പോയിട്ടൊന്നുമില്ല. പിന്നെ അവള് പോയിരിക്കുന്നതേ സുപ്രിയയുടെ ചടങ്ങുകൾക്ക് അവളുടെ വീട്ടുകാരെ വിളിക്കാനാ. അയ്യോ, നിങ്ങൾ എന്ത് കരുതി എന്റെ മരുമകളെ കുറിച്ച്? നിങ്ങളുടെ മുന്നില് എന്റെ മരുമകള് തോൽക്കുന്നോ? അവള് തിരിച്ചു വരും. അവളോട് നിങ്ങളാ തോൽക്കാൻ പോകുന്നത്. ബി കെയർഫുൾ. എന്റെ മരുമകളോടാ കളി.
അച്ഛാ അച്ഛാ മോളത് രാവിലെ അവിടുന്ന് ഇറക്കി വിട്ടതൊന്നും അല്ലല്ലോ അല്ലേ? വിരുന്ന് വന്ന മോളോട് ഇങ്ങനെയാണോ വിശേഷം തിരക്കുന്നത്? ആ, ഇവള് ഓരോ ദിവസവും ഓരോ കുഴപ്പങ്ങളാ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ചോദിച്ചതാ. മമ്മിക്ക് ഒരു ടെൻഷനും വേണ്ട. എന്നെ അവിടുന്ന് ആരും ഇറക്കി വിട്ടിട്ടൊന്നുമില്ല. പിന്നെ ഞാനിപ്പോ വന്നത് സുപ്രിയയുടെ ഓർമ്മ ദിവസം നടക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ നിങ്ങളെല്ലാവരും ഒന്ന് ക്ഷണിക്കാൻ വേണ്ടിട്ടാ. അമരാവതിയിലെ അമ്മ പറഞ്ഞു വിട്ടത് എന്നെ. മോളെ, അമരാവതിയിൽ നടക്കുന്ന എല്ലാ ചടങ്ങുകൾക്കും പങ്കെടുക്കണമെന്ന് അച്ഛൻ ആഗ്രഹമുണ്ട്. പക്ഷേ ഇനി ഞങ്ങൾ ആ വീട്ടിലേക്കില്ല. എന്തിനാ എടുത്തടിച്ച പോലെ ചെല്ലില്ല എന്ന് പറയുന്നത്? അമരാവതിയിലുള്ളവരെന്ത് വിചാരിക്കും? അവരെന്തും വിചാരിച്ചോട്ടെ. പക്ഷേ അവിനാഷുള്ളൊരു സ്ഥലത്തേക്ക് ഇനി ഞാൻ പ്രിയമോളെയും കൂട്ടി വരില്ല. അച്ഛാ, എനിക്കെല്ലാം മനസ്സിലായി മോളെ. എല്ലാരും എന്നോടെല്ലാം ഒളിച്ചു വെച്ചു, മോള് പോലും. അങ്ങനെ പറയല്ല അച്ഛാ. അച്ഛൻ വിഷമിക്കാതിരിക്കാൻ വേണ്ടിട്ടാ ഞാൻ. അല്ലെങ്കിലും ഏത് വീട്ടിലും ഇതുപോലുള്ള സംഭവങ്ങൾ നടക്കുമ്പോ ആ വീട്ടിലെ പട്ടിയും പൂച്ചയും വരെ അറിഞ്ഞു കഴിഞ്ഞിട്ടേ അച്ഛൻ അറിയൂ. നിന്റെ അനിയത്തിക്കും ഇപ്പൊ അവനെ തന്നെ മതി. എന്റെ മുഖത്ത് നോക്കി അവളത് പറഞ്ഞു. ഭാര്യയുള്ള ഒരുത്തന് ഞാൻ അവളെ കെട്ടിച്ചു കൊടുക്കണോ? മോള് പറ. അല്ലെങ്കിലും ഞാനും എന്റെ മകളും നിങ്ങൾക്കിപ്പോ അധികം പറ്റാണല്ലോ. ആശാലതേ, നീ വെറുതെ എഴുതാപ്പുറം വായിക്കണ്ട. അച്ഛാ, അവൾക്കൊരു തെറ്റ് പറ്റി. അതിൽ നിന്ന് അവളെ പിന്തിരിപ്പിക്കാൻ ഞാൻ ഏറെ ശ്രമിച്ചതാ. എന്റെ ജീവിതം പോലും ഞാൻ അതിനു വേണ്ടി ഒഴിഞ്ഞു വെച്ചു. മമ്മി, ഈ ബന്ധം അവൾക്ക് നല്ലതല്ല. അവൻ ചതിയനാണ്, കൊടും ചതിയൻ. മോളെ, അവിടെ വന്നാൽ അവനെ ഇനിയും മുഖത്തോട് മുഖം കാണേണ്ടി വരും. അവളും അവനും തമ്മിൽ കാണുകയും ചെയ്യും. അത് വേണ്ട. അതുകൊണ്ട് ചടങ്ങിന് ഞാനോ പ്രിയോ വരില്ല. വേണമെങ്കിൽ ഇവളെ അയക്കാം. ഇവളാകുമ്പോ ഓരോരുത്തരോട് ഓരോ മുഖം കാണിക്കാൻ മിടുക്കിയ. എങ്ങനെ വീണാലും 4 കാലിലേ വീഴും. എവളെ കൊണ്ടുപോയിക്കോ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. അതെ, നിന്നോട് ഞാനൊരു കാര്യം പറയാം. ഈ തന്തയുടെ വാക്കും കേട്ട് എന്റെ മോക്ക് കിട്ടുന്ന നല്ല ജീവിതം ഇല്ലാതാക്കാൻ ശ്രമിച്ചാലുണ്ടല്ലോ, സമാധാനായിട്ട് ഉറങ്ങാന്ന് വിചാരിക്കണ്ട ആരും. എല്ലാത്തിനും ഇവൾ ഒറ്റൊരുത്തിയാ സപ്പോർട്ട്. മനസ്സമാധാനം പോയിട്ട് നാളുകളായി മോളെ. അച്ഛാ, പ്രിയമോൾ എവിടെ? മുറിയിലുണ്ട്. ഞാൻ അവളെ ഒന്ന് കാണട്ടെ. സംസാരിക്കണം. അവള് കാരണം എന്തെങ്കിലും അപമാനം എനിക്കുണ്ടായ എല്ലാത്തിനെയും വെട്ടിക്കണ്ടിച്ചിട്ട് ഈ വീടിന്റെ തീ വയ്ക്കും ഞാൻ. അതും കൂടെ അവളോടൊന്ന് പറഞ്ഞേക്ക്. ചേച്ചി എന്നെ ജീവിക്കാൻ അനുവദിക്കില്ലേ? നിന്റെ നല്ലതിനു വേണ്ടിയല്ലേ ഞങ്ങൾ ഇതൊക്കെ പറയുന്നത്. എനിക്കാ വിശ്വാസമില്ല. നിങ്ങൾ എന്നെ ചതിച്ചു, എന്റെ ജീവിതം നശിപ്പിച്ചു. നീ ചതിക്കപ്പെടുന്നു എന്നത് സത്യ. പക്ഷെ ചതിച്ചത് ഞാനല്ല, അവനാ. അവിനാശ് എന്നെ ചതിച്ചിട്ടില്ല. അവന് ഭാര്യയുള്ള കാര്യം അവൻ എന്നോട് മറച്ചു വെച്ചിട്ടുമില്ല. എന്നിട്ടും ചേച്ചിയെ ഞങ്ങൾ തമ്മിൽ അകറ്റാൻ ശ്രമിച്ചത്. മോളെ, കുട്ടിക്കാലം മുതൽ ചേച്ചി അനിയത്തിയായിട്ടല്ല, കൂട്ടുകാരായിട്ടാ നമ്മൾ വളർന്നത്.
സന്തോഷവും സങ്കടവും ഒരുമിച്ച് പങ്കിട്ടവരാ നമ്മള്. പങ്കിട്ട കഥയൊന്നും പറഞ്ഞ് എന്നെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ചേച്ചി ഇനി ശ്രമിക്കണ്ട. അവിനാശ് തന്നെ ഇവിടെ എല്ലാ കഥയും പറഞ്ഞു കഴിഞ്ഞു. ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക പ്രിയമോളെ. എന്നെ നോക്കാൻ എനിക്കറിയാം. മോളെ, നിന്റെ ജീവിതം മാത്രമല്ല, അമരാവതി വീട് മുഴുവൻ തകർക്കാനുള്ള പ്ലാനില്ല അവൻ. അത് അനുവദിക്കാൻ പറ്റില്ല. അത് കൊള്ളാലോ, പുതിയൊരു കണ്ടുപിടുത്തം. സ്വന്തം സഹോദരി ജീവിക്കുന്ന കുടുംബം തകർക്കും പോലും. ചേച്ചി ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അവിനാശിനെ മാത്രമേ വിവാഹം കഴിക്കൂ. നിന്നെ ഓർമ്മിക്കാൻ പ്രത്യേകിച്ചൊരു ദിവസം എനിക്ക് ആവശ്യമില്ല. നിന്റെ ഓർമ്മയിൽ തന്നെയാ ഞാനെപ്പോഴും. നീ കൃത്യസമയത്ത് തന്നെ വന്നല്ലോ. ഇന്നത്തെ ദിവസം നീ കൂടി ഉണ്ടായിരുന്നെങ്കിലെന്ന് ഞാൻ വിചാരിച്ചേയുള്ളൂ. ഡ്യൂട്ടി തീരുന്നതിന് മുമ്പ് എങ്ങനെ തിരിച്ചു വിളിക്കുമെന്ന് വിചാരിച്ചിട്ടാ നേരത്തെ വിളിക്കായിരുന്നത്. ഇയാളിങ്ങ് തിരിച്ചു വന്നോ? ഇനി DK അറസ്റ്റ് ചെയ്യാനുള്ള തെളിവും കൊണ്ട് വന്നതാണോ? ഈ ഓർമ്മ ദിവസം നീ വിളക്ക് കത്തിക്കുന്നാവും സുപ്രിയയ്ക്ക് കൂടുതൽ സന്തോഷം. ദാ കത്തിക്കേ. ഇത് ഞാൻ നിനക്ക് വേണ്ടി വാങ്ങിയതാ. കൊള്ള, ബലം കണിയിക്കാൻ വന്നവന് ഡ്രസ്സ് സമ്മാനം നൽകുന്നോ? ഈ DK ഒരു മണ്ടനാണോ അതോ എല്ലാവരുടെയും മുന്നിൽ മണ്ടൻ കളിക്കുവാണോ? താങ്ക്സ്. ഹലോ സിബി, ഓർമ്മ ദിവസം നോക്കി തന്നെ തിരികെ എത്തി. സെന്റിമെന്റൽ അപ്രോച്ച്. ഞാൻ വന്നത് എന്റെ അനിയത്തിയുടെ ഓർമ്മ പുതുക്കി സായോജ്യടാനല്ല, പിന്നെ ഇവിടെ നടക്കുന്ന ഈ ഓർമ്മയുടെ നാടകം അവസാനിപ്പിക്കാനാ. DK എതിർത്തോ? പക്ഷെ കർമ്മങ്ങൾ മുടക്കുന്ന എന്തിനാ? അവന്റെ കൈകൊണ്ട് എന്റെ അനിയത്തിക്ക് ശ്രാദ്ധം കൂട്ടുന്ന എനിക്കിഷ്ടമല്ല. സുപ്രിയ അയാളുടെ ഭാര്യയായിരുന്നു. ഭാര്യയുടെ കർമ്മങ്ങൾ ചെയ്യാൻ ഭർത്താവിനല്ലാതെ മറ്റാർക്കാണ് അവകാശം? കൊന്നവന്റെ പിണ്ടച്ചോറ് എന്റെ പെങ്ങക്ക് വേണ്ട. കൊന്നു
കൊന്നു എന്ന് പറയുന്നതല്ലാതെ തെളിവൊന്നും ഇല്ലല്ലോ. ഓ, നീ ഇപ്പൊ ഡി കെയുടെ വക്കീലാണല്ലോ. ഞാൻ എനിക്ക് മുഖംമൂടിയൊന്നും അണിയിച്ചിട്ടില്ല. ഉള്ളിലൊന്ന് വെച്ച് പുറത്തൊന്ന് കാണിക്കാനും എനിക്കറിയത്തില്ല.